അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നത്തെ ഹിക്മത്ത്: അസ്ലു കുല്ലി മഅസിയത്തിൻ വഗഫ്ലത്തിൻ വശഹ്വത്തിൻ അർറിളാ അനിൻ നഫ്സ് വഅസ്ലു കുല്ലി ത്വാഅത്തിൻ വയഖളത്തിൻ വഇഫ്ഫത്തിൻ അദമുർറിളാ മിൻക അൻഹാ വല അൻ തസ്ഹബ ജാഹിലൻ ലാ യർളാ അൻ നഫ്സിഹി ഖൈറുൻ ലക മിൻ അൻ തസ്ഹബ ആലിമൻ യർളാ അൻ നഫ്സിഹി ഫഅയ്യു ഇൽമിൻ ലിആലിമിൻ യർളാ അൻ നഫ്സിഹി വഅയ്യു ജഹ്ലിൻ ലിജാഹിലിൻ ലാ യർളാ അൻ നഫ്സിഹി. ഇൽമ്, അതുപോലെ തന്നെ ഇൽമിൻ്റെ നതീജ എന്താകണം എന്നുള്ളതിനൊക്കെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഹിക്മത്ത്. പ്രധാന കേന്ദ്രം അർറിളാ അനിൻ നഫ്സി, സ്വന്തം ശരീരത്തെക്കുറിച്ച് തൃപ്തിപ്പെടുക. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ എൻ്റെ നഫ്സ് എന്നോട് കൽപ്പിക്കുന്നതെല്ലാം നഫ്സിൻ്റെ ഹവക്കനുസരിച്ച്, ശരീരത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച്, ഇച്ഛക്കനുസരിച്ച് ഇങ്ങനെ നടന്നാൽ മതി, അതിലൂടെ നന്മ മാത്രമേ ഭവിക്കൂ എന്ന ചിന്ത. ആ ചിന്തയാണ് യഥാർത്ഥ പ്രശ്നം എന്നാണ് മുസന്നിഫ് പറഞ്ഞു വെക്കുന്നത്. വിശദീകരിക്കാം. അസ്ലു കുല്ലി മാസിയത്തിൻ വ ഗഫലത്തിൻ വ ശഹ്വത്തിൻ, എല്ലാ തെറ്റുകുറ്റങ്ങൾ, എല്ലാ അശ്രദ്ധകൾ, എല്ലാ ഇച്ഛകൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനം അർറിളാ അനിൻ നഫ്സി, സ്വന്തം ശരീരത്തെക്കുറിച്ച് തൃപ്തിയടയലാണ്. എന്നാലോ വ അസ്ലു കുല്ലി ത്വാഅത്തിൻ വ യഖളത്തിൻ വ ഇഫ്ഫത്തിൻ, എല്ലാ അനുസരണയുടെയും ഉണർച്ചയുടെയും സച്ചരിതത്തിൻ്റെയും സൽപാന്താവിൻ്റെയും അടിസ്ഥാനം അദമുർറിളാ മിൻക അൻഹാ, നീ സ്വന്തം ശരീരത്തെ തൃപ്തിപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. വല അൻ തസ്ഹബ ജാഹിലൻ ലാ യർളാ അൻ നഫ്സി, ഒരു ജാഹില്, റിളൻ നഫ്സ് ഇല്ലാത്തൊരു ജാഹില്, ആ ജാഹിലിനോട് സഹവസിക്കലാണ് ഖൈറുൻ ലക മിൻ അൻ തസ്ഹബ ആലിമൻ യർളാ അൻ നഫ്സി. ആലിമ് ആണ്, പക്ഷേ അവനക്ക് റിളൻ നഫ്സ് ഉണ്ട്, സ്വന്തം ശരീരത്തിൻ്റെ വഴികൾ തൃപ്തിയടഞ്ഞ് നടക്കുന്ന ആളാണ്. ഫഅയ്യു ഇൽമിൻ ലിആലിമിൻ യർളാ അൻ നഫ്സി, സ്വന്തം ശരീരത്തെ റിള വെക്കുന്ന, സ്വന്തം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയടയുന്ന ഒരു ആലിമാണെങ്കിൽ അവൻ്റെ എന്ത് ഇൽമുള്ളത്? വഅയ്യു ജഹ്ലിൻ ലിജാഹിലിൻ ലാ യർളാ അൻ നഫ്സി, ആ റിളൻ നഫ്സ് ഇല്ലാത്ത ജാഹിലിന് ജഹ്ലുമില്ല. റിളൻ നഫ്സ് എന്നുള്ളതാണ് പ്രധാനം. ആ റിളൻ നഫ്സ് ഉണ്ടോ അപകടത്തിലാണ്, ഇല്ലേ വിജയത്തിലാണ്. ഇതാണ് മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്വന്തം റിളൻ നഫ്സ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനൊരിക്കലും പാടില്ലാത്തതാണ്. റിളൻ നഫ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വരിക, ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങളെല്ലാം ശരിയാണ്. അപ്പോൾ സ്വന്തം പ്രവർത്തനങ്ങളെ നിരൂപിക്കാനോ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ കൂടിയോ നമ്മൾ മുതിരൂല. കാരണം നമ്മൾക്ക് റിളൻ നഫ്സ് ഉണ്ട്, ആ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് നമ്മളിങ്ങനെ പ്രവർത്തിക്കുകയാണ്, അതിൽ നമ്മൾ തൃപ്തി അടയുന്നുണ്ട്. ഞാനിപ്പോൾ ശരിയാണ് എന്നൊരു ചിന്ത വന്നാൽ കഴിഞ്ഞു. എത്രത്തോളം അള്ളാഹുലേക്ക് അടുക്കുന്നോ അത്രത്തോളം റിളൻ നഫ്സ് ഇല്ലാതാവാണ് ചെയ്യുക. നമ്മൾ മുമ്പൊക്കെ സംസാരിച്ചതാണ്. അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും ബലില്ലാഹു യുസക്കി മൻ യശാഉ വലാ യുദ്ലമൂന ഫതീല. തസ്കിയത്തുൻ നഫ്സ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെയും ഏൽപ്പിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല, അത് മുഅ്മിനീങ്ങളുടെ അടയാളമല്ല എന്ന് പറഞ്ഞ ഒരു ലക്ഷണമാണ് റിളൻ നഫ്സ്, തസ്കിയത്തുൻ നഫ്സ്. സ്വന്തം നഫ്സിനെങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞതാണ്, അമ്പിയാക്കൾ കൂടി ഏറ്റവും തസ്കിയത്തുൻ നഫ്സ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അഫ്ളലുൽ ഖൽഖായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യേണ്ടിയിരുന്നു. റസൂൽ ചെയ്തിട്ടില്ല. റസൂല് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് കാല് നീര് വന്ന് കിട്ടിയിട്ട് അപ്പോൾ റസൂൽ പറയുന്നത് അഫലാകൂന അബ്ദൻ ഷക്കൂറ എന്നുള്ളതാണ്. അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബൂദിയത്ത്, ദില്ലത്ത് വെളിവാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആ നമ്മൾ പറഞ്ഞതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ഹദീസ് കാണാം. റസൂൽ പറയുന്നു, സലാസുൻ മുഹ്ലിക്കാത്ത്,
ഷുഹൻ മുതാ വഹവം മുത്തബ ഇജാബുൽ മർഇ ബിനഫ്സിഹി. മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്, മൊത്തം ഇല്ലാതാക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇജാബുൽ മർഇ ബിനഫ്സിഹി. ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിനെ തൃപ്തിപ്പെടുക. ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ തൃപ്തി അടയുന്നു എന്ന് സ്വയം വിചാരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ പരാജയത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ നഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, റിളാൻ നഫ്സ് പറഞ്ഞാൽ പല അർത്ഥത്തിലും, ചിലപ്പോൾ റൂഹ് അല്ലെങ്കിൽ രക്തം അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്നതിനൊക്കെ കുറിച്ച് പറയാറുണ്ട്. നമ്മളിവിടെ നഫ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഇറച്ചി അല്ല, മറിച്ച് ഒരു മനുഷ്യനിലുള്ള, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവനിൽ മലക്കിയായ തൊബിയാത്തുണ്ടാവും, ഹൈവാനിയായ തൊബിയാത്തുണ്ടാവും. ഇത് രണ്ടും തമ്മിലുള്ളൊരു സംഘർഷം അല്ലെ ഒരു മനുഷ്യനിലുണ്ടാകും. അപ്പം മലക്കീയത്തിനെ ഒരാൾ മുന്തിച്ചാൽ അയാൾ അതിനെയാണ് ഉയർത്തുന്നതെങ്കിൽ അയാൾക്ക് നന്മകൾ ചെയ്യാൻ സാധിക്കും. അല്ലേ അയാൾ ആ ഫരീസ ഹൈവാനിയ അതിലാണ് നിലനിൽക്കുന്നതെങ്കിൽ അയാൾ തിന്മയുടെ വക്താവായിട്ട് ഇങ്ങനെ നടക്കും. ഓക്കെ, അപ്പോൾ ആ നഫ്സിനെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമ്മൾക്കിങ്ങനെ രാത്രി തഹജ്ജുദിന് എഴുന്നേൽക്കാൻ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ക്ഷീണം ഉണ്ടാവും. എല്ലാ നോമ്പ് നോൽക്കാൻ അല്ലേ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും റസൂൽ സുന്നത്താക്കിയ നോമ്പാണ്. അത് നോൽക്കാൻ നമ്മുടെ ശരീരം വഴിപ്പെടില്ല, നമ്മൾക്ക് കുറേ കാരണങ്ങളുണ്ടാകും. അങ്ങനെ ഓരോ കാര്യങ്ങളും, നമ്മുടെ വസ്ത്ര സംസ്കാരങ്ങൾ, നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് ഡ്രസ്സ് ധരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശരീര അവയവങ്ങൾ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുക, തൊപ്പി, തലപ്പാവ്, മുടി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും എന്താണോ റസൂൽ പറഞ്ഞത് അല്ലെങ്കിൽ ശാരിയ പറയുന്നത് അതിനൊപ്പം നിൽക്കാൻ നമ്മൾക്കൊരു ചെറിയൊരു ശരീരത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടിനെ ഇല്ലാതാക്കിയിട്ട് അതിനെ മറികടന്ന് അല്ലേ എല്ലാ കാര്യങ്ങളും, നിസ്കാരങ്ങൾ അപ്പോഴൊക്കെ, അല്ലെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കുക, ഉസ്താദുമാരെ അനുസരിക്കുക, സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുക, കുടുംബ ബന്ധം ചേർക്കുക, ഇവിടൊക്കെ നമ്മൾക്കൊരു പിന്നാക്കം നിൽക്കാൻ ഒരു തോന്നലുണ്ടാകും. അതിനെ മറികടന്ന് നമ്മളത് ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ. നമുക്ക് 100 കൂട്ടം കാരണങ്ങളുണ്ടാവും, ന്യായങ്ങളുണ്ടാവും അത് ചെയ്യാതിരിക്കാൻ, പല കാരണങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ നഫ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന, നഫ്സിൻ്റെ ഷഹ്വത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ മറികടന്ന് ആ നന്മകൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. സ്വാഭാവികമാണ്, ഒരു കാര്യത്തിൽ തൃപ്തിപ്പെട്ടാൽ, ഒരു സാധനത്തിനെക്കുറിച്ച് തൃപ്തിപ്പെട്ടാൽ നമുക്ക് അതിലുള്ള ന്യൂനതകളൊന്നും കാണൂല അല്ലേ. നമ്മുടെ സുഹൃത്തുക്കളുടെ ന്യൂനതകൾ നമ്മൾ കാണൽ കുറവായിരിക്കും, എന്നാലോ ശത്രുവിൻ്റെ നന്മ പോലും നമ്മൾ ന്യൂനതയായി മാറ്റും. വായിൻ കുല്ലി ഐബിൻ കലീലത്തു വലാകിന്ന ഇനസുഖ്തി തുബ്ദിൽ മസാവിയ. റിളയുടെ അയിനാണെങ്കിൽ, തൃപ്തിപ്പെട്ട കണ്ണാണെങ്കിൽ എല്ലാ അയബുകളും നമ്മൾ കണ്ണടക്കും. നമ്മളെ പാർട്ടിക്കാരുടെ എല്ലാ ന്യൂനതകളും, അത് അതിന് 100 ന്യായങ്ങളുണ്ടാവും അതിനൊക്കെ ന്യായീകരിക്കാൻ. എന്നാൽ അപ്പുറത്തൊരാൾ എന്തെങ്കിലും നന്മ ചെയ്താൽ തന്നെ ആ നന്മയെ അത് മൂപ്പര് ഇതുദ്ദേശിച്ച് ചെയ്തതാവില്ല, അല്ലെങ്കിൽ മൂപ്പര് നെയ്യത്ത് വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നുള്ളൊരു രൂപത്തിൽ അതിനെ തള്ളിക്കളയുകയും ചെയ്യും. ഇതാണ് ഒരു പ്രശ്നം. അപ്പോൾ അതേപോലെ ശരീരത്തിന് അങ്ങനെ തൃപ്തിപ്പെട്ടാൽ ഇതാണ് പ്രശ്നം. അപ്പോൾ സ്വന്തം ശരീരത്തിന് തൃപ്തിപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പക്കലിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കൂല. എന്ത് വന്നാലും അത് നല്ലതാണ് എന്നുള്ളൊരു ചിന്തയിലായിരിക്കും നമ്മളുണ്ടാവുക. അപ്പോളിങ്ങനെ ശരീരം അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. ശരീരത്തിന് തോന്നിയതൊക്കെ പ്രവർത്തിക്കുക എന്നുള്ള അതിലേക്ക് വരും. ശരീരത്തിൻ്റെ ഇച്ഛകൾ അമിതമാകും. ശരീരത്തിൻ്റെ ഇച്ഛകൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ നമ്മളതിനെ നിരൂപിക്കുന്നില്ലല്ലോ. സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെ ഇച്ഛകൾ പ്രധാനമായിട്ടും തിന്മകളിലേക്കായിരിക്കും, അല്ലെങ്കിൽ അല്ലേ എല്ലാവിധ തിന്മകളിലേക്കായിരിക്കും ശരീരത്തിന് ഇങ്ങനെ തോന്നലുണ്ടാവുക, അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ മനുഷ്യന് ഇതാണ് അസുരുകുല്യ മാസിയത്തിൻ എന്ന് പറഞ്ഞത്. അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഖുർആനിൽ പറഞ്ഞതാണ്. ശരീരത്തിന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുറേ ഷഹ്വത്തുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ മാസിയത്തുകളായിരിക്കും അല്ലേ. സമ്പത്ത് കൊടുക്കാൻ നമുക്ക് ഭയങ്കര ഇതായിരിക്കും. സമ്പത്താണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്രയായാലും
കൊടുക്കൽ നമ്മൾ അടുത്ത സമ്പത്തുണ്ടായിട്ട് കൊടുക്കും, ധനികനായിട്ട് കൊടുക്കും എന്നുള്ളൊരു ചിന്ത, ധനികനാവുന്നൊരു സന്ദർഭം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ചിന്തയായിരിക്കും. സുയ്യന ലിന്നാസി ഹബ്ബു ഷഹ്വാത്തി മിനൻ നിസാഇ വൽ ബനീന, ധാരാളം അങ്ങനെ കുറേ മക്കൾ, ഭാര്യമാർ, പട്ട് വസ്ത്രങ്ങൾ, സമ്പത്തുകൾ, ഇതൊക്കെ ഒരു സീനത്തായിട്ട് മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സീനത്തായിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ഇതിനെ അതിജയിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴ്പ്പെടുന്ന, അള്ളാഹുവിൻ്റെ ഉബൂദിയ്യത്തിനെ വെളിവാക്കുന്ന ഒരു ശരീരമാക്കി നമ്മുടെ ശരീരത്തിനെ മാറ്റുകയാണ്. ഷഹ്വത്ത് എന്നുള്ള സാധനങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഈ ശരീരം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതല്ലേ. ആ ശരീരത്തിൻ്റെ വരികത്ത് തൊബിയത്ത് അങ്ങനെ തന്നെയാണ്, അങ്ങനെ വരും. അതിൽ നിന്ന് ചിലപ്പോൾ തെറ്റുകളുണ്ടാവാം. പക്ഷേ അതിനെ കീഴ്പ്പെടുമ്പോഴാണ് കുല്ലുബിനി ആദമ ഖത്വാ എന്ന് ഖൈറുൽ ഖത്വാ ഇന തവ്വാബൂൻ, അതിൽ നിന്ന് തൗബ ചെയ്ത് അതിനെ ഡിഫെൻഡ് ചെയ്ത് നന്മയിലേക്ക് വരിക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഉദാത്തമായ കർമ്മം എന്നത്, അല്ലെങ്കിൽ ചെയ്യേണ്ട കർമ്മം എന്നത്. നമ്മുടെ ഇൽമ് സാധനങ്ങൾ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ വിജ്ഞാനം, ഇതിൻ്റെ ഒക്കെ ലക്ഷ്യം അതാകണം. അതാണ് ആ ഹിക്മത്തിൻ്റെ രണ്ടാമത്തിൽ പറഞ്ഞത്, വല അൻതസ്ഹബ ജാഹിലൻ ലാ യർലാ അൻ നഫ്സി ഖൈറുൻ മിൻ അൻതസ്ഹബ ആലിമൻ യർലാ അൻ നഫ്സി. ഇൽമ് ബിദ്ദാത്ത് മഖ്സൂദ് ഒരു സാധനമല്ല. ഇൽമ് കൊണ്ട് എന്ത് തസ്കിയത്തുൻ നഫ്സ്, അല്ലെങ്കിൽ അത്തഖറുബു ഇലല്ലാഹ്, അൽ വുസൂലു ഇലല്ലാഹ്, അൽ മാരിഫത്തു ബില്ലാഹ് എന്നതാണ് ഇൽമിൻ്റെ ലക്ഷ്യം. അതിലേക്കുള്ള മാർഗങ്ങളാണ് ബാക്കിയുള്ള നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ. അവസാനം നമ്മൾ എത്തേണ്ടത് തസ്കിയത്തിലാണ്. സ്വന്തം ശരീരത്തിനെ, അല്ലേ, നമ്മൾക്ക് അറിയാം, എല്ലാവിധ പണ്ഡിതന്മാരാണെങ്കിലും അവരുടെ ഇൽമിലൂടെ അവസാനം എത്തിച്ചേരുന്നത് തസ്കിയത്തിൽ. അല്ലെങ്കിൽ ഫഖീഹാണെങ്കിൽ അവൻ സൂഫിയായിരിക്കും, സൂഫി അല്ലാതെ ഒരു ഫഖീഹ് ഉണ്ടാവില്ല, ഫഖീഹ് അല്ലാതെ സൂഫി ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഇൽമ് നമ്മെ എത്തിക്കേണ്ടത് ഈ അവസ്ഥയിലേക്കാണ്, സ്വന്തം ശരീരത്തിനെ തൃപ്തിപ്പെടാത്തൊരവസ്ഥയിലേക്കാണ്. വല അൻതസ്ഹബ ജാഹിലൻ ലാ യർലാ അൻ നഫ്സിഹി ഖൈറുൻ മിൻ അൻതസ്ഹബ ആലിമൻ. കാരണം ഇൽമിൻ്റെ നതീജയായിട്ട് ഉണ്ടാവേണ്ടത് അതമുരിളയാണ്. അത് കിട്ടാത്ത ആലിമല്ല, അങ്ങനെയുള്ള ഒരാൾ ജാഹിലുമല്ല. റിള അൻ നഫ്സ് ഇല്ലാത്ത അതമുരിള ഉണ്ടായ ഒരാൾ ജാഹിലുമല്ല. എന്താണ് പറയുന്നത്, അയ്യോ ഇൽമിൻ ലി ആലിമിൻ യർലാ അൻ നഫ്സി വ അയ്യു ജഹ്ലിൻ ലി ജാഹിലിൻ ലാ യർലാ അൻ നഫ്സി. ഓക്കെ, അപ്പോൾ ഇൽമ് എന്നുള്ളത് ലക്ഷ്യമല്ല. ലക്ഷ്യം ഈ സാദത്ത് ദുനിയാവൽ ആഖിറയാണ്. ഇൽമുണ്ടായിട്ട് എത്ര ആൾക്കാർ ഇല്ലാതായിക്കണ്. ഇൽമുണ്ടായ ആളുകളെ അടക്കം ബലാം ഇബ്നു ബഊറ, അല്ലേ, ഖുർആനെ ആക്ഷേപിച്ച ആളാണ്. അത്തുല അലൈഹി നബ അല്ലദി ആതീനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅസ്ബഹു ശൈത്വാനു ഫകാന മിൻഹും. ഭയങ്കര ആലിമായിരുന്നു, പണ്ഡിതനായിരുന്നു. പക്ഷേ വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാഹു ഫമസലുഹു കമസലിൽ കൽബ് ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തുത്റുക. ഖുർആനെ നായയോട് ഉപമിച്ച, ഏറ്റവും നീചമായിട്ട് സംസാരിച്ച ഒരു വ്യക്തിത്വമായിട്ട് ബലാം ഇബ്നു ബഊറ മാറി. അങ്ങനെ ധാരാളം ഇൽമ് ഉണ്ടാവുന്നത് മാത്രമല്ല, ലൗ കാന ലിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫു ലകാന അശ്റഫ ഖൽഖില്ലാഹി ഇബ്ലീസ്. ഇബ്ലീസും ഇൽമുള്ള ആളായിരുന്നു. ഇൽമല്ല, ഇൽമിൻ്റെ ലക്ഷ്യമായ ഈ ഗായത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനം. അതാണ് അപ്പോൾ അതമറ്റില്ല, സ്വന്തം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിരൂപിച്ച് നന്മകളിലേക്ക് എത്താൻ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾ എത്തിച്ചേരേണ്ടത്. വഫഖന അല്ലാഹ്. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.